ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അല്ലെ, നിങ്ങളുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു വിഷയം? എന്താണ്? ക്ഷമ. ക്ഷമ. ക്ഷമ എന്തിനു വേണ്ടി? ക്ഷമ എന്തിനു വേണ്ടി? ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എത്രയോ പറയാനുണ്ട്. ഏതായാലും ഒരു അരമണിക്കൂർ മതി. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഓരോ മണിക്കൂറാകുമ്പോൾ എല്ലാവർക്കും എന്താ പറയാ, പല തിരക്കുകൾ ഈ സമയത്ത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിത്യവും പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി നമ്മൾ ക്ഷമിക്കണം? ചാറ്റ് ബോക്സ് റെഡിയാണ്. നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് എന്ത് ചെയ്യണം? വരണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയും. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയാ, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അറിയാം, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മ ഉണ്ടാവും. ആ കാര്യമാണ് പറയുന്നത്. ക്ഷമ എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ശരി, അങ്ങനെയാണെങ്കിലേ ക്ഷമ ആരോടെല്ലാം നമ്മൾ ക്ഷമിക്കണം? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ മതി അല്ലേ? കിട്ടുമോ? ആരോടൊക്കെ നമ്മൾ ക്ഷമിക്കണം? ചാറ്റ് ചെയ്തോളൂ കേട്ടോ. ചാറ്റ് ചെയ്യാൻ കഴിയുന്നവർ ചാറ്റ് ചെയ്തു. ആരോടൊക്കെ നമ്മൾ ക്ഷമിക്കും? ക്ഷമ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഇപ്പൊ എന്താ വരുന്നത്? പല ആളുകളിലും പല രീതിയിലായിരിക്കും ഈ ഒരു സംഗതി വരുന്നത്. അവനവന് അനുഭവിക്കുന്ന പല പല കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മൾ ആരോടൊക്കെ ക്ഷമിക്കണം എന്നുള്ളതാണ്. ആർക്കും എല്ലാം ബ്ലാങ്ക് ആയി കിടക്കണം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും മനസ്സും ഇപ്പൊ ബ്ലാങ്ക് ആയി കിടക്കണോ? ഒന്നും വരുന്നില്ലേ? ശരി, ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. നമ്മളോട് തന്നെ ക്ഷമിക്കണം. നമ്മളോട്. യെസ്, എല്ലാവരും. നമ്മള് കാരണം വേദന എല്ലാവരോടും. ഹസ്ബൻഡ്, മക്കള്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ ക്ഷമിക്കുന്നുണ്ട്, ചുറ്റുപാടുമുള്ള എല്ലാത്തിനും. ഓക്കെ, വളരെ നല്ല മറുപടികളാണ് വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട് എന്നായിരിക്കും ഇപ്പൊ എല്ലാവരും മറുപടി പറയുന്നത്. എനിക്കറിയാം അല്ലേ? അതോ നിങ്ങൾക്ക് ക്ഷമ ഇല്ലേ? യെസ് ഓർ നോ? അതൊന്ന് പറഞ്ഞേ. യെസ്, ക്ഷമ ഉണ്ടോ ഇല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, ചില സമയത്തുണ്ട് ചില സമയത്തില്ല, എങ്ങനെയാണോ? എന്താണ്? ക്ഷമ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, വെരി ഗുഡ്. പരിശീലിച്ചുകൊണ്ടിരിക്കും. എന്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഞാനൊരു 10, 36, 40ന്റെ അടുത്തുള്ള ആളുകൾ എന്നിൽ നിന്ന് ക്ലാസ് പഠിച്ചാൽ അവരുടെ അവസ്ഥ ഇപ്പൊ എന്താ? പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഒട്ടും ശരിയായില്ല, ക്ഷമ വരുന്നില്ല എന്നാണോ? അതോ മാറ്റമുണ്ട് എന്നാണോ? എന്താണ്? ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്? നമുക്ക് ക്ഷമ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നു? ഇപ്പൊ ഹസ്ബൻഡിനോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നു, മക്കളോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം എന്താണ്? നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് സമാധാനം ഉണ്ടാവും. സമാധാനം. അത് മാത്രാണോ? സന്തോഷം ഉണ്ടാവും. സന്തോഷവും ഉണ്ടാവും. പക്ഷെ നമ്മൾ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് എന്ത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നു? ഹസ്ബൻഡിനോട് ക്ഷമിക്കുന്നു, നമ്മൾ മക്കളോട് നമ്മൾ ക്ഷമിക്കുന്നു. വൈ? പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ. കുറച്ചുകൂടി പറഞ്ഞാല്, നിങ്ങളുടെ ഉള്ളിൽ അവരോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ ക്ഷമിക്കുന്നത്?
അതെ. അല്ലേ? അതാണ് അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നത്. നോക്കൂ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഹസ്ബൻഡിനോടാണ് ക്ഷമിക്കുന്നത് പറഞ്ഞു, മക്കളോടാണ് ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞു ഇല്ലേ? കൃത്യമായിട്ടുള്ള മറുപടിയാണത്. അവരോടാണ് ഞാൻ ക്ഷമിക്കുന്നത്. മറ്റുള്ളവരോട് ഉണ്ട് നമ്മൾ ക്ഷമിക്കുന്നത്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് എന്താണ് നമ്മൾ ക്ഷമിക്കുന്നത് നമ്മളെ മക്കളോടാണ്. അതെന്താണ്? നമുക്ക് അവരോട് അളവറ്റ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മളെന്താണ് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം ക്ഷമിക്കുന്നത്. നമ്മൾ മാതാപിതാക്കളോട് ക്ഷമിക്കുന്നു. അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കളോട് ക്ഷമിക്കുന്നത് പോലെയാണോ നിങ്ങൾ നിങ്ങളെ അമ്മായിയമ്മമാരോടും അമ്മോശന്മാരോടും നാത്തൂന്മാരോടും ക്ഷമിക്കുന്നത്? മാറ്റല്ലേ? മാറ്റല്ലേ? മാറ്റുണ്ട്. മാറ്റം. ഇപ്പൊ മനസ്സിലായോ എന്താണ് ക്ഷമന്റെ പിന്നിലുള്ളതെന്ന്? ദാറ്റ്സ് ലവ്, സ്നേഹം. അതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്നേഹം ഇവരോടൊക്കെ ഉള്ളത് പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സ്നേഹമുള്ളത് കൊണ്ടാണ് ക്ഷമിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിയാട്ടോ ഇല്ലേ? പക്ഷെ അതുവരെ ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത്? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ റെഡി അല്ലേ? യെസ്. യെസ്. ക്ഷമിക്കുന്നതിന്റെ പിന്നിലും സ്നേഹമാണ്. എല്ലാത്തിന്റെ പിന്നിലും സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടോ? ഞാൻ അതൊന്ന് കേൾക്കട്ടെ, എന്താണ് അതിന്റെ അവസ്ഥ? ഈ സ്നേഹം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലേ? പക്ഷെ എത്ര പേര് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ? നമ്മൾ ആദ്യം എങ്ങനെ പെരുമാറും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മക്കളോടായിക്കോട്ടെ സ്നേഹമുണ്ട്, നമ്മൾ ക്ഷമിക്കും. ഇനി അവരോട് ഈ സ്നേഹം നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കും? വേണ്ട രീതിയിലാണോ? മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചോ, ഒന്ന് ഉമ്മ വെച്ച്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ നല്ലോണം അവരെ എന്ത് ചെയ്യും? സ്നേഹിക്കും, ഉമ്മ വെക്കും. അന്ന് അവർക്ക് അറിയില്ല. അവരൊന്ന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു 8-ലോ 9-ലോ 10-ലൊക്കെ എത്തുമ്പോഴത്തേന് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരൊക്കെ ഒരു ഉമ്മ കൊടുക്കും. എന്തായിരിക്കും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ചില ആളുകൾ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ മിക്ക ആളുകളും എന്ത് ചെയ്യും? ചെയ്യാത്തവർ. സ്നേഹം എന്ന് പറയുന്നത് അനുഭവിക്കുമ്പോഴാണ്, അത് ഫീൽ ചെയ്യലാണ്. പക്ഷെ ആർക്കെങ്കിലും സ്നേഹം ഇങ്ങനെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്നേഹം ശരിക്കും എന്താണ്? നമ്മൾ ഫീൽ ചെയ്യണം, അനുഭവിക്കലാണ് അല്ലേ ഉള്ളില്. അപ്പൊ ഇത് നമ്മൾ അനുഭവിക്കാനുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്നേഹം അത് അനുഭവിക്കാനുള്ളത്. ഇനിയോ അത് കൊടുക്കാനുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. കൊടുത്താലേ അത് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മസില് പിടിച്ചിങ്ങനെ നിൽക്കുന്ന, എന്താ പറയാ, ചില ഹസ്ബൻഡുമാരെ കണ്ട് അങ്ങനെ മസില് പിടിച്ച് നിൽക്കും. അതിങ്ങനെ കൊടുത്തു പോയാൽ പിന്നെ ഞാൻ അങ്ങോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത്. ശരിക്കും അങ്ങനെ നമ്മളെ കുടുംബ ബന്ധത്തിൽ ആവശ്യമില്ല. കാരണം എന്താണ്? ശരിക്കും ഭാര്യ ഭർത്താവ് എന്നുള്ളത് ഈ എവിടെ പറയുന്ന കാര്യമാണ്? നമ്മള് മലയാളത്തിലാണ് അങ്ങനെ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയും അല്ലേ? അതേസമയം നമ്മുടെ ഖുർആനിലേക്ക് വരുമ്പോ എന്താ പറയുന്നത്? ഇണകളാണ്. അവിടെ ഒരാളെക്കാൾ ഒരാൾ പിന്നെ മുകളിലോ ഒരാളെക്കാൾ ഒരാൾ താഴെയൊന്നും, അവർക്ക് തുല്യ അവകാശം. മനസ്സിലാക്കി? അപ്പൊ അവര് ഇണകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ മസിൽ പിടിച്ചേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്ത ആ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാൻ നിന്നാൽ മതി. ഒരു കുഴപ്പമില്ല, അതങ്ങ് കൊടുക്കുക. കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടും. നമ്മളതിങ്ങനെ ഈഗോ വെച്ച് ഇങ്ങനെ ഉള്ളിൽ നിന്നിട്ട് എന്ത് കാര്യം? മനസ്സിലായോ? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് വീട്ടില്, ആലോചിച്ച് നോക്കും. പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവും വീട്ടിൽ അല്ലേ? ചിലപ്പോ മക്കളാലായിരിക്കാം, അല്ലെ വേറെ എന്ത്. എന്നിട്ട് അതിന്റെ പിന്നിൽ നമ്മൾ ഈഗോ ആണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യൂല, അവരിങ്ങോട്ട് ഒന്നും വേണ്ട, ഒന്ന് പിണങ്ങി നോക്കൂ. പിണങ്ങി കഴിഞ്ഞാൽ ആരാണ് ആദ്യം മിണ്ടാൻ പോകുന്നത്? ആദ്യം മിണ്ടുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. അതിനോട് നമുക്ക് നല്ല കൂലി കിട്ടാണ്ട്, പക്ഷെ അതിനൊന്നും നമ്മൾ മുതിരില്ല. നമ്മൾ ചെറിയൊരു പ്രശ്നം വെച്ച് ഉള്ളിൽ
ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് പോയി ഞാൻ പറയുന്നു സെക്കൻഡുകളൊക്കെ നമ്മുടെ ഈ പിണക്കങ്ങളൊക്കെ നിലനിൽക്കാൻ പാടുള്ളൂ. അപ്പോതിനും നമ്മൾ അത് ഇണക്കത്തിലേക്ക് കൊണ്ടുവരണം. അത് ഞാൻ ആരോടായാലും അങ്ങനെയാണ് അല്ലേ? 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ തെറ്റി നിൽക്കാൻ പാടില്ല എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന ഏട്ടനനിയൻ, പിന്നെ പെങ്ങന്മാരോ ആങ്ങളമാരോ, അതുപോലെ ഉമ്മയും ഉപ്പിയായിട്ട് തെറ്റുന്ന ആളുകള്, അമ്മായിയമ്മയും അമ്മൂശാക്കിയായിട്ട് തെറ്റുന്ന, എന്തിന്? നമ്മൾ ആരാണ്? മനസ്സിലാക്കിയോ? ശരിക്കും ഈ ക്ഷമയില്ല ആളുകൾ എന്നാണ്. ക്ഷമിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്തിനു വേണ്ടി ക്ഷമ എന്ന് വിട്ടു അതിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൂടി പറയാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് ക്ഷമിക്കാതിരുന്നാൽ നമ്മളത് നമ്മളെ ഉള്ളിലിട്ട് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര പെരുപ്പിച്ച് പ്രശ്നമാക്കി ഈഗോ ആക്കി നമ്മൾ അതിനങ്ങട്ട് എന്താ ആകെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ചെറിയ ഒരു ദിനമായിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക. എന്നിട്ട് അതങ്ങട്ട് പ്രശ്നം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കൂ, എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഭർത്താവ് പുറത്തു പോയി ജോലിക്ക് പോകുന്നു. അവിടെ ജോലിയിൽ കയറി ചെല്ലുമ്പോ തന്നെ എന്താ പറയാ, ഓഫീസറെ എടുത്തുനിന്ന് അല്ലെങ്കിൽ തന്നെ അയാൾ ഓഫീസർ ആണെങ്കിൽ അയാളുടെ സബോർഡിനേറ്റിൽ ജോലിക്കാർക്ക് ആ ഒരു ഇത് കൊടുത്തു പോകും, ആ ദേഷ്യം. എന്നിട്ടോ ആ സ്ട്രെസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ ഓരോരുത്തരും ജോലി ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് ആ ഒരു രീതിയിൽ അവര് വൈകുന്നേരം വരെ ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകും. അവരവരുടെ വീട്ടിൽ വരുമ്പോൾ ഈ സ്ട്രെസ് അവരുടെ വൈഫിന് കൊടുക്കും, വൈഫ് മക്കൾക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ആരിലേക്കോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഞാൻ പറയുന്ന ഇതാണ്, ആ പ്രശ്നം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കത് ക്ഷമിക്കാൻ കഴിയാന്നുള്ളത്. ഇനി നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം അത് നിങ്ങളുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അഡിനാൽ പോലത്തെ ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിച്ച് അത് നമ്മുടെ ശരീരത്തിൽ അവിടെ അത് റിലീസായി പോകുന്നില്ല. മനസ്സിലായോ? അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷെ പൊട്ടിത്തെറിക്കേ അതല്ലെങ്കിൽ നമ്മൾ എവിടെ നമ്മളെ കയ്യോ കാലോ അല്ലെങ്കിൽ എന്തോടത്ത് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിലീസാവും. അതൊന്നും ഇല്ലാതെ ഇത് കടിച്ചമർത്തി ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന പണി എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അതായത് വേണ്ടാത്ത അഡിനാൽ പോലത്തെ ഹോർമോൺസ് ഉണ്ടായി അത് അവിടെ കിടന്ന് അത് നമുക്ക് വേദനയായി മാറും, മറ്റു വല്ല പ്രശ്നങ്ങളുമായി നമ്മുടെ ടെൻഷൻ ഡിപ്രഷനായി മാറും. ഇങ്ങനെ പ്രശ്നങ്ങൾ, പിന്നെ ഉറക്കില്ലാണ്ടാവും. ഇത് കാരണം നമ്മൾ മാനസികമായിട്ട് വളരെ വീക്കായി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ മനസ്സിലാക്കുക. അപ്പൊ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ക്ഷമിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടിയാണ് ക്ഷമിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. മനസ്സിലായോ? ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാല് അവർ എമ്പതിയുള്ള ആളുകളായി. എന്താണ് എമ്പതി എന്ന് പറഞ്ഞാൽ? സിമ്പതി കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എമ്പതി. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? സഹതാപം. ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരു സ്കൂള്, എനിക്കിപ്പോ എപ്പോഴും സ്കൂളിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയാൻ കിട്ടാം. അപ്പൊ നമ്മള് സ്കൂളിലാണ് ഒരു ഉമ്മ കൊണ്ടുവരുന്ന ഒരു കുട്ടീനെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നു. ഈ കുട്ടിയെ കൊണ്ടുവരുമ്പോ തന്റെ സഹപാഠികളായ കുട്ടികള് അയ്യോ പാവം വരുന്നേ കണ്ടില്ലേ, അവന്റെ ഒരു കാര്യം, ഇങ്ങനെ പറയുന്നത് എന്താണ്? അതാണ് സഹതാപം. അതേ സമയം ഇത് കാണുന്ന കുട്ടികള് പെട്ടെന്ന് ചെന്ന ആ ഉമ്മന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ഈ വീൽ ചെയറിന്റെ എല്ലാ നിയന്ത്രണവും ഏറ്റുവാങ്ങി അവനെ ഉന്തി അവരെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതാണ്. അതാണ് എമ്പതി എന്ന് പറയുന്നത്. മനസ്സിലായോ? കരുതലാണ്. കരുതൽ. അപ്പോ നമ്മള് അങ്ങനെയുള്ള ആളുകളാണ് ആയിരിക്കേണ്ടത്. ക്ഷമയുള്ള ആളുകൾക്കാണ് അതുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റും എന്നുള്ളത്. ആര് പ്രയാസപ്പെട്ടാലും ആ പ്രയാസത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറായി.
ഇങ്ങനെയുള്ള ആളുകൾ. അവർ എമ്പതിയുള്ള, അനുകമ്പയുള്ള ആളുകളായിരിക്കും. നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്താലും അവർക്ക് എന്തുണ്ടാവില്ല, അങ്ങോട്ടൊരു പക വീട്ടണം എന്നുള്ള ഒരു മനസ്സ് ഇല്ലാത്ത ആളുകൾക്കാണ് ക്ഷമിക്കുക. ഇറ്റ്സ് ഓക്കെ. നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ മന്ത്രം തന്നെ അതാണല്ലേ, ഇറ്റ്സ് ഓക്കെ. അവരെന്നെ എന്തെങ്കിലും ചെയ്താലും എനിക്കൊരു പ്രശ്നം, സോ കുഴപ്പമില്ല. ഇത് പറയാൻ നമ്മൾ പഠിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. നമ്മുടെ മന്ത്രം തന്നെ ഇറ്റ്സ് ഓക്കെ. ആരെങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവർക്ക് സ്വയം ഒരു അവബോധം ഉണ്ടായി, സ്വന്തത്തെ പറ്റി ഒരു ബോധം ഉണ്ടാവും. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ പെരുമാറണം. നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ? നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ്? ഒരു ഉമ്മയാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭാര്യയാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മകളാണ്. ഇവിടെ എല്ലാവരും സ്ത്രീകളായതുകൊണ്ട് ഞാൻ അതന്നെ പറയാം. നമ്മൾ മകളാണ്, അല്ലെങ്കിൽ മകനാവാം, അല്ലെ? എങ്ങനെ ഉണ്ടാവും? നമ്മളൊരു മരുമകളാണ്, പിന്നെയോ ഒരു നാത്തൂനാണ്. നമുക്ക് ഒരുപാട് റോളുകൾ ഉണ്ട് ഇവിടെ. പിന്നെ എന്താണ് ജീവിതം എന്ന് പറയുന്ന ഒരു നാടകമാണ്. നമ്മൾ പല റോളുകളും ഇവിടെ അഭിനയിച്ച് തീർക്കാൻ. അപ്പൊ നമ്മളുടെ ഓരോ റോൾസും ഭംഗിയായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ കർമ്മഫലം നന്നാവുകയാണെങ്കിൽ, നമ്മളെന്താണ് നല്ല ഒരു ആത്മാവ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മൾ നന്നാ. മനസ്സിലായില്ലേ? കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ എന്ത് വേണം? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമ്മുടെ ചിന്തകള് നന്നാവേണ്ടത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ നമ്മളെ ചിന്തകൾ നന്നാവുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാവും. കർമ്മങ്ങൾ നന്നാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്തായി മാറും? ഏറ്റവും നല്ല വ്യക്തിയായി മാറും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ക്ഷമയുള്ള ആളുകളാണ് ഇത്രയും നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകളായി മാറുക എന്നുള്ളത്. അപ്പൊ അവർക്ക് സ്വയം അവബോധം ഉണ്ടായിരിക്കും. പിന്നെ അവരെപ്പോഴും വിനയുള്ള ആളുകളായിരിക്കും. അവർക്ക് ഈഗോ വർക്ക് ചെയ്യൂല. അവർക്ക് എപ്പോഴും വിസ്ഡം, വിവേകത്തോടെയാണ് അവര് പെരുമാറുക, അല്ലേ? എന്താണ് വിവേകം? ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അവർക്കറിയാം. അതല്ലാതെ എടുപിടി എന്ന് പറഞ്ഞ് നമ്മുടെ വികാരത്തിന് നമ്മൾ കീഴടങ്ങാതെ, ഈ വികാരത്തിന് കീഴടങ്ങുന്ന വലിയൊരു പ്രശ്നം, അല്ലെ? ഏതൊരു വികാരത്തെയും നമുക്ക് വിവേകം കൊണ്ട് വേണം. പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് പെടി എന്നിട്ട് അടിച്ച് അങ്ങോട്ട് സീനാക്കി, അല്ലെ? സിങ്കൊണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ആക്കി തീർക്കാൻ അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും എന്തില്ല, വിവേകമില്ലാത്ത ആളുകൾ. നമ്മൾ ഓൺ ദി സ്പോട്ട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. അവിടെ വിവേകമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അതിനാണ് നമ്മൾ എന്താണ് പറയലും, അസ്വബറു സദുമത്തിലും. അതിന്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ നമ്മൾ ക്ഷമിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് അയ്യടാ എൻ്റെ അടുത്ത് നിന്ന് പറ്റിപ്പോയി, പിന്നെ ഒരു സോറി പറയുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ തന്നെ നമ്മളൊരു അവബോധം നമ്മുടെ ഉള്ളിലേക്ക് വന്നു, ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് അവിടെ നമ്മൾ പെരുമാറാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് വിവേകം എന്ന് പറയുന്നത്. വിസ്ഡം, വിവേകം എന്നൊക്കെ പറയുന്നത് ഈഗോയെ മറികടക്കണം. അവിടെ നമ്മൾ ഞാൻ എന്നുള്ള ആ ഉങ്കില് ആണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ തോറ്റുപോകും. നമുക്കൊരു വില ആരും കൽപ്പിക്കും. നമ്മളാ ദേഷ്യമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഒരു വില നമുക്ക് ആരും. അതേസമയം നമ്മൾ ഇങ്ങോട്ട് പെരുമാറിയ ആളോട് വളരെ വിവേകത്തോടെ നമുക്ക് പെരുമാറാൻ പറ്റുകയാണെങ്കിൽ നമ്മളാണ് വിജയിച്ചത്. മനസ്സിലായി? വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി വലിയ ബഹളം വെച്ച് നമ്മളവിടെ ഒരാളായി പെരുമാറിയാൽ അവിടെ നമുക്ക് വില കൽപ്പിക്കൂലാരും. മനസ്സിലാക്കി? അതേസമയം നമ്മളവിടെ ക്ഷമയാണ് കൈക്കൊണ്ട് നമ്മുടെ വിവേകത്തോടെയാണ് അവരോട് പെരുമാറിയത്, തീർച്ചയായിട്ടും നമ്മൾ അവിടെ, അതായത് ഈഗോ എന്ന് പറയുന്ന സാധനം എവിടെ നശിക്കുന്നു, അല്ലെ? അതങ്ങ് താന്നു പോയാൽ അവിടെ നമ്മൾ വിജയിച്ചു. അതേസമയം ഈഗോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് അവിടെ
ഈഗോ വിജയിക്കുന്നിടത്ത് നമ്മൾ തോറ്റു പോകുന്നു. അപ്പൊ ഈഗോയെ നമ്മൾ എന്താണ് വിവേകം കൊണ്ടാണ് നേരിടേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്നു വിജയ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല, ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരെ നേരെ ഒരു പരാതി ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മൾ അവരെ എന്ത് ചെയ്യില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ നമ്മൾ പഠിക്കും. നമ്മളെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയേ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, നമ്മുടെ വീട്ടിലേക്ക് പെണ്ണുങ്ങളാണല്ലോ എല്ലാവരും. നമ്മളെ അമ്മായിയമ്മമാരോ നാത്തുമാരോ ഹസ്ബൻഡോ ആരോ ആവട്ടെ, നമ്മളെ ഇങ്ങനെ വഴക്ക് പറയ പ്രശ്നം, ഇറ്റ്സ് ഓക്കെ. അവരെ നമ്മൾ അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാവുക. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അവരിത്തിരി ദേഷ്യമുള്ള ആളാണ്, ഉമ്മ ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്നേഹം എന്നോട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് അതെല്ലാം ക്ഷമിക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ വിവേകത്തോടെ നമുക്ക് അവിടെ പെരുമാറാനും കഴിയും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും നമുക്ക് തെറ്റുകളായി തോന്നും. മനസ്സിലായോ? അവിടെ നമുക്ക് സ്നേഹമാണ് വരിക. നമ്മളെ മക്കള് പലതും ചെയ്തു പോയാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒക്കെ ക്ഷമിക്കും അല്ലെ? അത് തെറ്റായിട്ട് ഒരു പക്ഷെ നമുക്ക് തോന്നുക പോലും ഇല്ല. എന്തുകൊണ്ടാ? സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിറക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് സ്നേഹം, കരുണ, ദയ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പൊ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ ലക്ഷ്മിക്കും, വിട്ടുകളയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളുകളായിരിക്കും ഈ ക്ഷമയുള്ള ആളുകൾ. അവരെല്ലാം മനസ്സിലാവും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അവർക്ക്. എന്ത് അല്ലെ? ഒരു അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ കാര്യങ്ങളും എന്ത് അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നവര്. മറ്റൊന്ന്, ഏത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, അതിനെ മറികടക്കാൻ കഴിയുന്ന ആളുകൾ. അതല്ലാതെ എനിക്കിത് പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറയാതെ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന അത് അവരങ്ങനെ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇത് ഇവരിങ്ങനെ ചെയ്തിട്ടാ, അതങ്ങനെ ചെയ്തിട്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ പറയാതെ അവരുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി അവരേറ്റുകൊണ്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അതായത് ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവരതിനെ മറികടക്കാനും ശക്തിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് ക്ഷമയുള്ള ആളുകളുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കും. ഈ മെച്യൂരിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ഷമിക്കാൻ പറ്റുള്ളൂ അല്ലെ? എന്താ പറയാ, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ആളാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാരെ പറയുന്നത്? ഇങ്ങനെയുള്ള ആളുകളെ. മനസ്സിലായോ? അവർക്ക് നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കും. പിന്നെ ഒരു തുറന്ന മനസ്സായിരിക്കും അവർക്കുണ്ടാവും. ഈ തുറന്ന മനസ്സുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താ പറയുക, മൈൻഡ് ക്ലോസ്ഡ് ആയ ആളുകളുണ്ടാവും, ഓപ്പൺ ആയ ആളുകളുണ്ടാവും. പൊതുവെ ഇങ്ങനെയുള്ള ആളുകള് വളരെ ഓപ്പൺ മൈൻഡ് ആയിരിക്കും. ഓപ്പൺ മൈൻഡുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും. അവരുടെ ഫേസിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു പിന്നെ കനത്ത മുഖമായിട്ട് അവർ നടക്കും. ആരെ കണ്ടാലും ഒന്ന് ചിരിക്കും, ചിരിച്ചുകൊണ്ട് സംസാരിക്കും. എല്ലാവരോടും ഒരു സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു പ്രകൃതമായിരിക്കും ഈ ഓപ്പൺ മൈൻഡുള്ള ആളുകൾ. പിന്നെ അവർക്ക് ഭയം ഉണ്ടാവില്ല എന്നാണ്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ച് ഓടിപ്പോകുന്നൊരവസ്ഥ അതവർക്ക് കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ. അതായത് അവരിലാണ് നമുക്ക് മനസ്സിലാക്കാൻ, അവരിലാണ് ക്ഷമയുള്ളത്. പെട്ടെന്ന് അവരങ്ങനെ ചൂടായി കയറി ചൂടാവുന്നില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്, വളരെ കുറച്ച് ഗുണങ്ങൾ മാത്രമാണ് ക്ഷമ ഉള്ള ആളുകളുടെ ഗുണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ക്ഷമ എന്നുള്ളത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ക്ഷമിക്കാം നമ്മൾ പഠിക്കും. നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പഠിക്കും. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും അവരിങ്ങനെയുള്ള
ഒരു മാറ്റത്തിലേക്ക് വരുമെന്ന്. തീർച്ചയായിട്ടും അവര് മാറ്റത്തിലേക്ക്, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടു, ഫസ്റ്റ് തന്നെ പല ആളുകളും പറഞ്ഞു മാറ്റമുണ്ട്, ക്ഷമ ഉണ്ട്, ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി പഠിക്കുക. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇത്രയും മതി. ഞാൻ എന്താ പറയാ, ഈ രാത്രി സമയത്ത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. കാരണം മക്കളുമായിട്ട് ഒരുപാട് ആളുകൾക്ക് പഠിപ്പിക്കാനും പല രീതിയിലും ഉണ്ടാവും. അപ്പൊ ഇത്രയും പോരെ ഇന്നത്തെ ക്ലാസ്. മനസ്സിലായില്ലേ? എന്താണ് ക്ഷമ, എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്ഷമിക്കുന്ന ആളുകളുടെ ഒരുപാട് ഗുണങ്ങളും പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ഇത്രയും പോരെ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.